എന്തേ എന്തേ? ഉഗ്രൻകുഴി പോണം. ഉഗ്രൻകുഴി ഇരിക്കാം. വരൂ വരൂ. ഉഗ്രൻകുഴി ഇരിക്കാം. മാൻമൂസ് ബ്ലോഗ് ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഉഗ്രൻകുഴിയിലെ ഉഗ്രനായ പീഡനം നടത്തിയ മൊയ്തു എന്ന പ്രതിയുടെ വീടിന്റെ മുന്നിലാണ് ഗൈസ്. നമുക്കിത് വീടെന്ന് പറയാൻ പറ്റില്ല ഗൈസ്. ഇത് വീടല്ല, ഇതൊരു കൊട്ടാര സമാനമായ ഒരു മണി മാളിക എന്ന് തന്നെ പറയാം ഗൈസ്. ഇത് അയാള് ഇവിടുത്തെ സാധാരണക്കാരുടെ പിഴിഞ്ഞുണ്ടാക്കിയ സാധാരണക്കാരുടെ കണ്ണീരാണ് ഗൈസ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇയാൾ എത്രത്തോളം സമ്പാദിച്ചു എന്നുള്ളത് നമുക്ക് ഇത് കാണുമ്പോൾ അറിയാം. ഇത് മാത്രമല്ല, ഇതിന് പുറമെ അയാൾക്ക് വേറെയും വീടുകൾ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഗൈസ്. ഇതാ ഇനി എന്തിനേറെ പറയുന്നു, ഈ മൊയ്തുവിന്റെ സമ്പാദ്യം സൂക്ഷിച്ചിരുന്ന നായക്കുട്ടികളാണ് ഈ കൂട്ടിൽ കിടക്കുന്നത്. അവറ്റകളിപ്പോ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഈ ഗൈസ് ഇതുങ്ങൾ വർത്താനം പറഞ്ഞിരുന്നെങ്കിൽ മൊയ്തുവിന്റെ വൃത്തികേടുകൾ ഈ നായക്കുട്ടികൾ നമുക്ക് പറഞ്ഞു തന്നെ ഗൈസ്. അത്രത്തിലും കൊള്ളരുതാത്ത ഒരു വ്യക്തിയാണ് മൊയ്തു എന്നാണ് എനിക്ക് ഇവിടെ വന്ന് അറിയാൻ കഴിഞ്ഞത് ഗൈസ്. ഇനിയിപ്പോൾ ഇവിടെ പരിസരവാസികൾ നിൽപ്പുണ്ട്, അവരോട് നമുക്ക് ചോദിക്കാം ഈ മൊയ്തു എന്ന ആളിനെ കുറിച്ച്. ഈ മൊയ്തു എന്ന വ്യക്തി എങ്ങനെയാണ്, അയാളുടെ സ്വഭാവം എങ്ങനെയാണ്? അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും അറിയാൻ പാടില്ല. അദ്ദേഹം ഇവിടെ വരുന്നു, കുറെ പൈസ പലിശയ്ക്ക് കൊടുക്കുന്നു എന്ന് മാത്രം ഞങ്ങൾക്കറിയാം. അദ്ദേഹം ഒരു കൊള്ള പലിശക്കാരനാണ് ഈ മൊയ്തു എന്നാണ് ഈ ഗായ് പറഞ്ഞിരിക്കുന്നത് ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് ഇനി അടുത്തത് അറിയാനുള്ളത് ഗൈസ്, ഈ മൊയ്തു ഇതിന് മുമ്പ് ഇവിടെ സ്ത്രീകളുമായിട്ട് അല്ലെങ്കിൽ സ്ത്രീ വിഷയത്തിൽ മൊയ്തു എങ്ങനെയാണ്, നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് അറിയാവുന്നത് പറയൂ ഗൈസ്. എന്റെ അറിവിൽ പലപ്പോഴും ഇദ്ദേഹം മറ്റ് സ്ത്രീകളുമായിട്ട് ഇവിടെ വന്നിട്ട് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. നമുക്ക് പുതിയൊരു വാർത്ത കിട്ടിയിരിക്കുന്നത്. പക്ഷേ അതത്ര ശരിയാണോ എനിക്ക് സംശയമുണ്ട്. അതെന്താണ് കാരണം? കാരണം അദ്ദേഹത്തിന് ഇവിടുത്തെ വീട് തന്നെ കുറെ അകലെയാണ്. പിന്നെ അദ്ദേഹം എങ്ങനെ ഇവിടെ കാണുന്നു എനിക്കത് മനസ്സിലാകുന്നില്ല. എന്തോ വൈരാഗ്യത്തിന്റെ പേരിലായിരിക്കും അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഞാൻ കുറച്ച് പൈസ കാണാൻ ചോദിച്ചു, ഒരു 50,000 രൂപ. ഈ പറഞ്ഞില്ലേ, ഇപ്പൊ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഈ മൊയ്തു എന്ന് പറയുന്ന വ്യക്തി കൊണ്ട് ഈ പ്രദേശത്തിന്റെ സമാധാനം തന്നെ പോയിരിക്കുകയാണ് ഗൈസ്. ഇത് കണ്ടില്ലേ, അവിടെ ഒരു കൂട്ടം പേര് മൊയ്തുവിന്റെ പേരിൽ തമ്മിൽ തല്ലുകയാണ് ഗൈസ്. എനിക്ക് പറയാനുള്ളത്, ഈ മൊയ്തുവിനെ പോലെയുള്ള ഇങ്ങനെയുള്ള ഈ സ്ത്രീലമ്പടന്മാരെ നമ്മളെ പോലീസിനോ നീതിക്കോ വിട്ടുകൊടുക്കാതെ ഇവരെ നമ്മളെ പൊതുസമൂഹത്തിൽ കൊണ്ടുപോയി കവലകളിൽ കൊണ്ടുപോയി പട്ടിയെ തല്ലുന്ന പോലെ തല്ലി കൊല്ലണം ഗൈസ്. തല്ലി കൊല്ലണം ഗൈസ്. അങ്ങനെയൊന്നും അല്ല. താങ്കൾ മറ്റുള്ളവർ മറ്റുള്ളവരുടെ വ്യക്തിഗത ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനുള്ള കാര്യം പറഞ്ഞത് മാത്രം. നിങ്ങളെ കാര്യം ഭയങ്കര ചൂടാകുന്ന കാര്യം പറഞ്ഞല്ലോ. മറിമായം